എല്ലാവർക്കും നമസ്കാരം. മായ ചാറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ആദ്യം തന്നെ 10 ഓഫ് കപ്സ് എനർജി, അതേപോലെ തന്നെ 6 ഓഫ് സോഡ്സ്, എംപ്രസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, 6 ഓഫ് വൺസ്. ബ്യൂട്ടിഫുൾ എനർജി. വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു മാസമായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു സമയം ആദ്യം തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് 10 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ദൈവാനുഗ്രഹം വളരെയധികം, അതായത് വളരെ അധികം ദൈവാനുഗ്രഹമുള്ളൊരു സമയമാണ്. ഈശ്വര വിശ്വാസികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ ദൈവത്തെ കാണുന്ന ആ ഒരു സാഹചര്യം ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ മാലാഖ, ആ ഒരു എനർജി. അതേപോലെ തന്നെ ഈ ഒരു കാർഡ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കുടുംബം, സന്തോഷം, കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ ഒത്തിരി സന്തോഷ വാർത്തകൾ ലഭിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ ഒത്തിരി സംതൃപ്തിയും അനുഗ്രഹവും ദൈവാനുഗ്രഹവും ഉണ്ടാകുന്ന സമയമാണ്. കുടുംബം അല്ലെങ്കിൽ അച്ഛനമ്മമാരും വിവാഹിതരായിട്ടുള്ളവർ, അച്ഛനമ്മമാരോടൊപ്പം താമസിക്കുന്നവർ, കുട്ടികളും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നവരൊക്കെ ആ കുടുംബത്തിലെ ആ ഒരു സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു മാസമായിരിക്കും ഈ ഒരു മാസം. ബന്ധങ്ങളിൽ ആ ഒരു ഊഷ്മളത ഉണ്ടാകുന്ന ഒത്തിരി നാളത്തെ സംഘർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ ആ കാറ്റും കോളും മഴയ്ക്ക് ശേഷം ആ ഒരു മഴവില്ല് എന്ന് വരുന്ന ഒരു എനർജിയാണിത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതായത് പ്രശ്നങ്ങളും വഴക്കുകളും എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കി ജീവിതം സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അനിഷ്ടങ്ങളും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് അതിലൊക്കെ മാറ്റം സംഭവിക്കുന്നു. കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പഠനകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ പഠിത്തത്തിലൊക്കെ പുറകോട്ടേക്കായി അതിൻ്റെയൊക്കെ ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് അതിലൊക്കെ ഒരു തൃപ്തി ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പലരെയും സംബന്ധിച്ചിടത്തോളം അകന്നു നിൽക്കുന്ന ബന്ധങ്ങൾ ഒത്തുചേരാനുള്ളൊരു അവസരം സാധ്യമാകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ 6 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ഉണ്ട്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്, വിദേശയാത്രകൾ. അപ്പോൾ മക്കളൊക്കെ വിദേശത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ചിലപ്പം വിവാഹിതരല്ലാത്തവർ, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നവരോ പഠിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം നേടണം, ഏതെങ്കിലും ഒരു വിദേശ സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം നേടണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. മറ്റൊരു വിദേശ രാജ്യത്ത് നിങ്ങൾ ചേക്കേറി പാർക്കുന്നതിനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മക്കളൊക്കെ വിദേശത്ത് ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മക്കളെ കാണുന്നതിനും മറ്റുമായിട്ട് വിദേശത്തേക്ക് പോകാനോ, വിദേശ യാത്ര, ഒരു ടൂറ്, ഒരു വെക്കേഷൻ, അതുപോലുള്ളൊക്കെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. മുന്നേറ്റമാണ് പലരെ സംബന്ധിച്ച് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലാണ്, എവിടെയാണ് നിങ്ങൾ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മേഖലയിലുള്ള മുന്നേറ്റം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എംപ്രസ് എനർജിയാണ്. ഇത് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യം നേടുന്നുണ്ട്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചധികം പെടാപ്പാട് പെടുന്നുണ്ട്. ഇതുവരെ ഒന്നും ആരും നിങ്ങൾ പറയുന്നത് മുഖവിലേക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളെ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ നിന്ന്
മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പറയുന്ന വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് പ്രാധാന്യം നൽകുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യവും അവസരവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ എന്താണോ അതിന് വേണ്ടിയിട്ട് പാഷനിൽ നിങ്ങളതിൽ മുന്നേറാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിവുകൾ, അതായത് പാട്ട് പാടാനോ നൃത്തം ചെയ്യാനോ മറ്റെന്തെങ്കിലും തരത്തിൽ കഴിവുകൾ, ഇപ്പോൾ ഫിലിം ഫീൽഡിലോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ മറ്റുള്ളവർ 4 പേര് അറിയുന്ന തരത്തിലേക്കുള്ള എത്തുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തെ ഏത് തരത്തിലാണോ നിങ്ങൾ നോക്കിക്കാണുന്നത് ആ രീതിയിലേക്കുള്ളൊരു ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാട്ട് പാടാൻ അറിയുന്നവരെ സംബന്ധിച്ച് സിനിമ സീരിയൽ മേഖലകളിലൊക്കെ പാട്ട് പാടുന്നത്, അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത്, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈഫിൽ എന്താണോ ആകാൻ ആഗ്രഹിച്ചത് അത് നിങ്ങൾ നേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വലിയ പദവികളും പൊസിഷൻസൊക്കെ, അതോറിറ്റി, പവർ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ IAS അല്ലെങ്കിൽ നിങ്ങളൊരു റിസർച്ച് സയൻറ്റിസ്റ്റ് PhD ചെയ്തൊരു ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്, IAS IPS ആ ഒരു ഇതിലേക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ മെഡിസിന് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ മെഡിസിനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെയുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളെക്കൊണ്ട് നേടാൻ കഴിയുമോ എന്ന്, പറ്റുമോ എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യം ഞങ്ങൾക്ക് നേടാൻ പറ്റുമെന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. നിങ്ങളെ ചുറ്റും നിങ്ങൾക്ക് അതായത് നിങ്ങളിങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എത്തിപ്പെടില്ല എന്ന് ചിന്തിച്ച ആളുകളുടെ മുമ്പിലൂടെ നടന്ന് വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടു കൂടിയിട്ട് മുന്നേറാൻ പറ്റുന്ന സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. പല ചാലഞ്ചസ്, പൊതുവേ നിങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ചാലഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണെങ്കിൽ, ഇപ്പം അങ്ങനെയല്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയല്ല, മറിച്ച് നിങ്ങൾ എന്താണോ ആ ചലഞ്ച് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ടേക്ക് പോകുന്നു. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി നേട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോൺ ലഭ്യമാകുന്നതായിട്ട് കാണിക്കും. നിങ്ങൾ വീട് വയ്ക്കണമെന്ന് ഒത്തിരി ആയിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട് വയ്ക്കുന്ന ഒരു രീതി, കാരണം നിങ്ങൾക്ക് ലോൺ പാസ്സാവുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് വീട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഒരു ബിസിനസ്സോ മറ്റെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ലോൺ ആയിരിക്കാം. എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് കാണിക്കുന്നത്. സാമ്പത്തികമായിട്ട് പല വഴികളിലൂടെ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് നിങ്ങളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നത് അതിൻ്റെ ഇരട്ടിയാക്കി മാറ്റാൻ എന്ന് പറയുമ്പോൾ അതൊരു ഗാംബിളിങ് അല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ബിസിനസ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്ത് അതിലൂടെ മുന്നേറുന്നു എന്നുള്ളതാണ് ഇവിടെ. കാരണം ജസ്റ്റിസ് എനർജിയാണ്. ലീഗലായിട്ടുള്ള രീതിയിൽ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ, നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പെട്ടെന്ന് പണം ഇരട്ടിപ്പോൾ അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോകുന്നതല്ലാതെ നിങ്ങൾ അധ്വാനിച്ചത് മുന്നേറുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ബുദ്ധിപരമായിട്ടും റിസ്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളിലൂടെയും സാധ്യതകൾ ഏറി നിൽക്കുന്നു എന്നുള്ളതാണ്. പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രമിച്ചതിൻ്റെ നിങ്ങൾ ചെയ്ത കർമ്മത്തിനുള്ള നല്ല ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയാം. അതേപോലെ 6 ഓഫ് വണ്ട്സ് എനർജിയാണ്. ഈവൻ വീട്ടമ്മമാരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബിസിനസ് സ്വന്തമായിട്ടൊരു ബിസിനസ്സോ കാര്യങ്ങളോ തുടങ്ങാനുള്ള സാഹചര്യം, ഒരു വരുമാനമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ റിട്ടയർ ആയവരോ വീട്ടമ്മമാരോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തൊരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾക്കൊരു വരുമാന മാർഗം വരുന്നുണ്ട്. നിങ്ങൾ ജോലിക്ക് ഒത്തിരി ശ്രമിച്ചു നടക്കാതെ ആയിട്ട് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുന്നതാവാം. അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിലും അതല്ല റിട്ടയർമെൻറ്റ് ഫേസ് കഴിഞ്ഞവരാണ്, ആ ഒരു ഫേസിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.